ഹലോ വെൽക്കം ടു സാറ്റ്സ് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ മടത്തുമ്പടി ഇന്നത്തെ നമ്മുടെ ക്രാഷ് കോഴ്സിന്റെ ടോപ്പിക് 1 അവസാനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. നമ്മൾ ഈ ചാപ്റ്ററിൽ 3 ടോപ്പിക്കാണ് ഉള്ളത്. അതിനകത്ത് ഫസ്റ്റ് ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അതിനകത്തെ ലാസ്റ്റ് പോർഷൻ ആണ് പാർട്ട് 5, സീക്വൻസ് ഓഫ് നമ്പേഴ്സിലെ പാർട്ട് 5. സോ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. നാളെ നമ്മൾ ഇതേ ചാപ്റ്ററിലെ രണ്ടാമത്തെ ടോപ്പിക് ഇതുപോലെ പഠിക്കും, പിന്നെ മൂന്നാമത്തെ ടോപ്പിക്. അങ്ങനെ 3 ദിവസം കൊണ്ട് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഫിനിഷ് ചെയ്യും. ഓക്കെ, ലാസ്റ്റ് ക്ലാസ് നമ്മൾ 2018 കഴിഞ്ഞ വർഷത്തെ മോഡൽ ക്വസ്റ്റ്യൻസും ഫൈനൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആൻസറും കൂടി ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുഴുവൻ മാർക്കും മാത്സിന് വായിക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം ഒരു ലൈവ് ക്ലാസ് നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനുണ്ടായിരിക്കും. ഇനിയും ഈ ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരുടൻ തന്നെ അപ്ലൈ ചെയ്യുക. ആപ്ലിക്കേഷൻ ഫോം ഈ വീഡിയോന്റെ താഴെ ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ 50% ആയി. പിന്നീട് നമുക്ക് 3 ദിവസമാണ് വീഡിയോന്റെ വാലിഡിറ്റി. 3 ദിവസം ശേഷം നമ്മൾ നെക്സ്റ്റ് ബാച്ച് നമ്മൾ തുടങ്ങുമ്പോൾ നിങ്ങളെ പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം അപ്ലൈ ചെയ്യുന്ന 50 പേരെയായിരിക്കും നമ്മൾ നെക്സ്റ്റ് ബാച്ചിലേക്ക് എടുക്കുക. അപ്പൊ നെക്സ്റ്റ് വീക്ക് തന്നെ നമ്മളത് ആരംഭിക്കുന്നതായിരിക്കും. ഓക്കെ, സോ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ 4 മാർക്കിന്റെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ സം ഓഫ് ദ നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 1 to 15. 1 മുതൽ 15 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണുക. The sum of 15 terms of an arithmetic sequence with the common difference 6 is 780. 6 പൊതുവ്യവസായിട്ട് വരുന്ന ആദ്യത്തെ 15 പദങ്ങളുടെ തുക 780 ആണെങ്കിൽ റൈറ്റ് ദി ആൽജിബ്രിക് എക്സ്പ്രഷൻ ഓഫ് ദി സീക്വൻസ്. ആ ശ്രേണിയുടെ ബീജഗണിത വാചകം എഴുതുക. റൈറ്റ് ദ ആൽജിബ്രിക് എക്സ്പ്രഷൻ ഫോർ ദ സം ഓഫ് ദി സീക്വൻസ്. അതിന്റെ എന്താണ് സമ്മിന്റെ ആൽജിബ്രിക് എക്സ്പ്രഷൻ. അങ്ങനെ 3 ക്വസ്റ്റ്യൻ ആണുള്ളത്. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആദ്യം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് സം ഓഫ് ദ ഫസ്റ്റ് നാച്ചുറൽ നമ്പർ ഫ്രം 1 to 15. 1 മുതൽ 15 വരെ എന്നാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. അത് വെരി ഈസി ആണ്. 2 ഫോർമുല ഉണ്ട്. അതിനകത്ത് ഒരു ഫോർമുല എന്ന് പറയുന്നത് n into n plus 1. നാച്ചുറൽ നമ്പർ ആണെങ്കിൽ n into n plus 1 ഡിവൈഡഡ് ബൈ 2. ഈ ഫോർമുല ഉപയോഗിച്ച് ചെയ്യാം. അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള ഫോർമുല ഉണ്ട്. അത് നമുക്ക് എസ് എൻ എസ് ഈക്വൽ ടു, ഞാൻ സാധാരണ എപ്പോഴും ഉപയോഗിക്കാറുള്ള ഫോർമുലയാണ് എസ് എൻ എസ് ഈക്വൽ ടു n/2 ഇൻറ്റു 2f പ്ലസ് n-1 ഇൻറ്റു ടി. n-1 ഇൻറ്റു ഡി. ചെറിയ ചില ഡിസ്റ്റർബൻസ് ഉണ്ട്, നിങ്ങൾ ക്ഷമിക്കുക. എസ് എൻ എസ് ഈക്വൽ n/2 ഇൻറ്റു 2f പ്ലസ് n-1 ഇൻറ്റു ടി. ഇവിടെ എഫ് എന്ന് പറയുന്നത് നമ്മുടെ എണ്ണൽ സംഖ്യ ആയതുകൊണ്ട് ഫസ്റ്റ് ടൈം ആണ് 1. ഓക്കെ, n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 ആദ്യത്തെ 15 പദങ്ങളുടെ തുകയാണ്. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ്. നമുക്കറിയാം നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 1 to 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണൽ സംഖ്യകള് 1 പ്ലസ് 1 പ്ലസ് അങ്ങനെ 1 കൂടി വേണം. 1 പ്ലസ് 1 2, 2 പ്ലസ് 1 3. അപ്പൊ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. അപ്പൊ നമ്മള് n എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 15 പദങ്ങളുടെ തുക. അപ്പൊ 15 by 2. ഓക്കെ, ക്ലിയർ. 2 ഇൻറ്റു ഫസ്റ്റ് ടൈം നമുക്ക് 1 എന്ന് കൊടുക്കാം. പ്ലസ് n-1 ഇൻറ്റു ഡി എന്ന് പറയുമ്പോൾ 15 -1 ഇൻറ്റു ഡി. ഡി എന്ന് പറഞ്ഞാൽ 1. ഓക്കെ, ക്ലിയർ. സോ 15 by 2 നമുക്ക് ചെയ്യാൻ പറ്റില്ല. 2 ഇൻറ്റു 1 നമുക്കറിയാം 2 ആണ്. 15 - 1 എന്താണ്? 14 ആണ്. അപ്പോ നെക്സ്റ്റ് പേജിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു 15 by 2 into 14, 2 plus 14. Clear? Okay. 2 plus 14 എന്ന് പറഞ്ഞാൽ 3 കിട്ടും? 16 കിട്ടും. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 16 കിട്ടും. 16 2 കൊണ്ട് വെട്ടി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ എത്ര കിട്ടും? 8 കിട്ടും. സോ 15 into 8 നിങ്ങൾ ചെയ്താൽ മതി. സോ ദ ആൻസർ ഈസ് 120. Okay. So this is the sum of first എന്താണ് 15 terms. Okay. And the second question, എന്തായിരുന്നു second question? The sum of 15 terms of an arithmetic sequence with the common difference 6 is 780. Write the algebraic expression. ഏതോ ഒരു സമാന്തര ശ്രേണിയുണ്ട്. അതിന്റെ ആദ്യത്തെ 15 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് 780 ആണ്. അതിന്റെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 6 ആണ്. അപ്പോ നമുക്ക് നോക്കാം എന്താണ് പറയണെന്നുള്ളത്. സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ്, അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് നമുക്ക് 6 എന്ന് പറയുന്നത് സം അതുണ്ട്. സം is equal to 780. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ട് അവരുടെ ചോദ്യം എന്താണ്?
റൈറ്റ് ദ ആൽജിബ്രിക് എക്സ്പ്രഷൻ ഓഫ് ദ സീക്വൻസ് ദ സം ഓഫ് 15 ടേംസ് 15 പദങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്നും തന്നിട്ടുണ്ട്. അതിന്റെ ആൽജിബ്രിക് ഫോം എഴുതാനാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ജസ്റ്റ് ആ ഫോർമുലയിലൊക്കെ അപ്ലൈ ചെയ്താൽ മതി n ഇല്ലാതെ. സോ എസ് എൻ ഇസ് ഈക്വൽ ടു n/2 ബ്രാക്കറ്റിനകത്ത് 2f പ്ലസ് n മൈനസ് 1 into t. Clear? So Sn is equal to sum കാണുന്ന formula is equal to n/2. And നമുക്ക് n is given 15 by 2 into എന്താണ് 2f. 2 into f നമുക്കറിയോ ഫസ്റ്റ് ടൈം നമുക്ക് അറിയില്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ടൈം അങ്ങനെ തന്നെ ഇടാം, എഫ് തന്നെ ഇടാം. പ്ലസ് n-1 എന്ന് പറഞ്ഞാൽ 15 മൈനസ് 1, 15 മൈനസ് 1, ദാറ്റ് ഈസ് 14 into t. കോമൺ ഡിഫറൻസ് അവർ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് 6 എന്നുള്ളതാണ്. 6 ഇത് എളുപ്പമാർഗമാണ്. ഈ രണ്ടകത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഈ രണ്ടും വെട്ടിപ്പോവും. ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ ഈ 2 താഴേക്ക് വരുമ്പോൾ ഈ 2ഉം 6 വെട്ടിപ്പോ ഇവിടെ 3 ആവും. ഒന്നും പറയാം സാർ, ഈ രണ്ടകത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെയുള്ള 2 വെട്ടിപ്പോവും. ഈ 2 ഇതിന്റെ താഴെയും വരും. ഇപ്പൊ ഇവിടെയുള്ള 2 വെട്ടിപ്പോവും. എളുപ്പമാർഗം. സോ ഈക്വൽ ടു 15 ബ്രാക്കറ്റിനകത്ത് ഇതാണ് 2f എന്നുള്ള സ്ഥലത്ത് ഒരു എഫ് പ്ലസ് ഇവിടെ 14 into 3, 3 3, 4 3 12, ദാറ്റ് ഈസ് 42, 30 4 42. ഇത്രയും നമുക്ക് കിട്ടി. ഓക്കെ, ക്ലിയർ ആണോ? ഇതാണ് നമ്മുടെ സം അവർ തന്നിട്ടുണ്ട് 780. സോ ഇവിടെ നമുക്ക് 780 എന്ന് കൊടുക്കാം. എസ് എൻ പകരം 780 എന്ന് കൊടുക്കാം. ക്ലിയർ ആണോ? സോ ഈ 15 താഴേക്ക് എടുത്തു കഴിഞ്ഞാൽ എഫ് പ്ലസ് 42 ആവും. സോ എഫ് പ്ലസ് 42 സമം. അതായത് ഈ റൈറ്റ് സൈഡ് ഇതിനെ ഇവിടെ നിർത്തി. ഇവിടെ ഗുണിച്ചിരിക്കുന്ന ആളെ നമ്മൾ സമത്തിന്റെ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ അത് ഡിവിഷൻ ആവും, ഹരണമാവും. ഈക്വൽ ടു 780 ഡിവൈഡഡ് ബൈ 15. ഓക്കെ, 780 നിങ്ങൾ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 52 കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കുക. എഫ് പ്ലസ് 42 ഈക്വൽ ടു 52. ക്ലിയർ? ഓക്കെ, യെസ്. ഇനി ചെറുത് അറിയാൻ പാടില്ലെങ്കിൽ 15നെ 5 into 3 നോക്കാം. എന്നിട്ട് 5 വെച്ച് ആദ്യം ഹരിക്കുക, കിട്ടുന്ന സംഖ്യയിൽ 3 വെച്ച് ഹരിക്കുക. അപ്പൊ 52 കിട്ടും. അപ്പൊ ഇവിടെ നിന്ന് എഫ് നമുക്ക് കണ്ടുപിടിക്കാം. ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു 42 നമ്മൾ സമത്തിന്റെ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ 52 മൈനസ് 42, 52 മൈനസ് 42, ദാറ്റ് ഇസ് ഈക്വൽ ടു 10. സോ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടി. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ എത്രയാണ്? 10 ആണ്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് കിട്ടി? നമുക്ക് ഫസ്റ്റ് ടേം കിട്ടി, ദാറ്റ് ഈസ് 10. ഓക്കെ, കോമൺ ഡിഫറൻസ് നമുക്ക് അറിയാം, ദാറ്റ് ഈസ് 6. ഇവിടെ ചോദ്യം xn കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ആൽജിബ്രിക് ഫോം ഇറ്റ് ഈസ് ഈക്വൽ ടു എഫ് പ്ലസ് എന്താണ് n-1 into t. ക്ലിയർ? സോ xn ഈസ് ഈക്വൽ ടു എഫ് ഫസ്റ്റ് ടൈം എന്താണ് 10 പ്ലസ് n-1 into 6. ക്ലിയർ? d എന്ന് പറഞ്ഞാൽ 6 ആണ്. സോ 10 ഈ 6 അകത്തേക്ക് നോക്കുമ്പോൾ 6 into n പ്ലസ് 6n, 6 into 1 മൈനസ് 6. ക്ലിയർ? സോ നമ്മൾ ആദ്യം പോസിറ്റീവ് സംഖ്യ എഴുതണം 10, ദെൻ നെഗറ്റീവ് സംഖ്യ എഴുതണം -6, ദെൻ n into 10 എഴുതാം 6n. സോ 10 മൈനസ് 4, 4 പ്ലസ് എന്താണ് 6n. ജനറൽ ഫോമിൽ എഴുതുമ്പോൾ ആദ്യം 6n എഴുതാം, ദെൻ പോസിറ്റീവ് ആയിട്ടുള്ള 4 എഴുതാം. സോ ദ ആൻസർ ഈസ് 6n plus 4. This is the xn. Clear? Okay. And what about the third question? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചത് ഈ ഒരു സീക്വൻസിന്റെ this is our third question. Write the algebraic expression for the sum of the sequence. ആ സീക്വൻസിന്റെ തുകയുടെ എന്ത് എഴുതണം? നമ്മൾ ആൽജിബ്രൈക് എക്സ്പ്രഷൻ എഴുതണം. തുകയുടെ ആൽജിബ്രൈക് എക്സ്പ്രഷൻ ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ n ഉൾപ്പെടെ n വില കൊടുക്കാതെ ബാക്കിയെല്ലാം വില കൊടുത്ത് എസ് എന്റെ ഫോർമുല അപ്ലൈ ചെയ്യണം. തുകയുടെ ആൽജിബ്രിക് ഫോം എഴുതാൻ പറഞ്ഞാൽ അങ്ങനെ ചെയ്യണം. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ എന്താണ് നമ്മുടെ എഫ് 10 തന്നെ, നമ്മുടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 6 തന്നെ. n വില കൊടുക്കരുത്. എസ് എൻ ഇസ് ഈക്വൽ ടു n/2 into 2f പ്ലസ് n-1 into t. Okay, so Sn is equal to n/2. n ന് വില കൊടുക്കേണ്ട n/2 into 2 into f എത്രയാണ് 10 പ്ലസ് n-1.
n minus 1 into d. What is d? 6. Clear? So നേരത്തെ പറഞ്ഞ പോലെ 2 അകത്തോട്ട് എടുക്കാം. അപ്പോൾ 2 2 ഇവിടെ വെട്ടിപ്പോവും. ഈ 2 6 വെട്ടുമ്പോൾ ഇവിടെ 3 കിട്ടും. So Sn is equal to n into ബ്രാക്കറ്റിനകത്തൂടെ 10 പ്ലസ് ഈ 3 into n. 3 അകത്തോട്ട് ഗുണിക്കുക. 3 into n 3n മൈനസ് 3 into 1 3. ക്ലിയർ? ഓക്കെ. പിന്നെ അകത്ത് നമ്മൾ ചെയ്യുമ്പോൾ 10 മൈനസ് 3 എന്ന് ചെയ്യുമ്പോൾ 10 3 വെച്ചാൽ 7 കിട്ടും. സോ ദിസ് ഇസ് ഈക്വൽ ടു n into 3n plus 7. n into 3n plus 7. So this is the equation. ഇനി n വേണമെങ്കിൽ അകത്തോട്ട് എടുത്ത് ഗുണിക്കാം. അപ്പൊ n into 3n എന്ന് പറയുമ്പോൾ നമുക്ക് 3n സ്ക്വയർ കിട്ടും. 3n സ്ക്വയർ. ഓക്കെ. n into 7 ചെയ്യുമ്പോൾ നമുക്ക് പ്ലസ് 7n കിട്ടും. So this is the algebraic expression for sum of the sequence. ആ sum അതിന്റെ തുകയുടെ algebraic expression ഇതാണ് 3n square plus 7n. Next question. Question number 2. The first figure above is an equilateral triangle of side 2 centimeters. The second figure is obtained by drawing lines passing through the vertices and parallel to the sides of the triangle in the first figure. The third figure is got by drawing lines passing through the vertices and parallel to the sides of the triangle in the second figure. Write the sequence of perimeters of biggest triangle in each figure obtained by counting this process. Write the sequence of areas of biggest triangle in each figure. Write algebraic forms of both of the above sequences. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. മനസ്സിലായില്ല അല്ലേ? It's very easy. നോക്കാം നമുക്ക്. The first figure above is an equilateral triangle of side 2 cm. 2 സെന്റിമീറ്റർ വശമായിട്ടുള്ള ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എല്ലാ വശവും 2 സെന്റിമീറ്റർ ഉള്ളതാണ് ആദ്യത്തെ ത്രികോണം എന്ന് പറയുന്നത്. അത്രയാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. The first figure above is an equilateral triangle of side 2 centimeter. The second figure is obtained. രണ്ടാമത്തെ ഫിഗർ എങ്ങനെയാണ് കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ obtained by drawing lines passing through the vertices. Drawing lines passes through the vertices and parallel to the side of the triangle in the first figure. അതായത് ഫസ്റ്റ് ഫിഗർ ഇവിടെ ഉണ്ട്. ആ ഫസ്റ്റ് ഫിഗർ സാറിന് ഞാൻ വരച്ചു. ഓക്കെ. ഡ്രോയിങ് ലൈൻ പാസിംഗ് ത്രൂ ദ വെർട്ടിസസ്. വെർട്ടിസിലൂടെ ലൈൻ പാസ് ചെയ്തു. ഇതാണ് അടുത്ത വെർട്ടിസസ്. ഇതിലൂടെ ഒരു ലൈൻ പാസ് ചെയ്തു. ഇതാണ് അടുത്ത വെർട്ടിസസ്. മൂല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിലൂടെ ലൈൻ പാസ് ചെയ്തു. അല്ല, അപ്പൊ കിട്ടിയതാണ് സെക്കൻഡ് ഫിഗർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ആൻഡ് പാരലൽ ടു ദ സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ ഇൻ ദ ഫസ്റ്റ് ഫിഗർ. ഫസ്റ്റ് ഫിഗറിന് പാരലൽ ആണ് അത്. കണ്ടോ? ഓക്കെ, ശരി. ഓക്കെ. The third figure is got by drawing line passing to the vertices and parallel to the sides of the triangle. അപ്പൊ ഈ സെക്കൻഡ് ഫിഗർ കിട്ടിയല്ലോ. സെക്കൻഡ് ഫിഗറിന്റെ വെർട്ടിസിലൂടെ വരച്ചു, ഈ വെർട്ടിസിലൂടെ വരച്ചു, അതുപോലെ ഇപ്പുറത്ത് വെർട്ടിസിലൂടെ വരച്ചു. അങ്ങനെ വരച്ച് കിട്ടുന്നതാണ് തേർഡ് ഫിഗർ. അത്രയും കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇനി എന്താണ് ക്വസ്റ്റ്യൻ? റൈറ്റ് ദ സീക്വൻസ് ഓഫ് പെരിമീറ്റേഴ്സ് ഓഫ് ബിഗ്ഗസ്റ്റ് ട്രയാങ്കിൾ ഇൻ ഈച്ച് ഫിഗർ obtained by continuing this process. ഇതുപോലെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ആ സീക്വൻസ് ഒന്നും നമ്മളോട് എഴുതാൻ. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ, പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 3 വശം കൊണ്ട് കൂട്ടുന്നതാണ് പെരിമീറ്റർ. ഇവിടെ 2 ആണ്, ഇവിടെ 2, ഇവിടെ 2. സോ പെരിമീറ്റർ എന്താണ്? 3 വശം 2 വരുന്നു. സോ 3 into 2 that is 6. 6 is the perimeter. ഫസ്റ്റ് വരുന്ന പെരിമീറ്റർ നമുക്ക് കിട്ടി. ഇനി നോക്കി, ഇതേ ട്രയാങ്കിൾ, ഈ ട്രയാങ്കിൾ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ? 2, ഇതെന്താണ്? 2. സോ ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2. അപ്പൊ എത്ര വെച്ചേ? 4. എന്താ? 4, 4. അപ്പോ 4 into 2 that is 8. 8. ക്ലിയർ? അപ്പൊ രണ്ടാമത്തെ ആള് 8 നീട്ടി. സോ ചോദ്യം നോക്കിയായിരുന്നു, ശ്രദ്ധിച്ചു നോക്കിയേ. റൈറ്റ് ദ സീക്വൻസ് ഓഫ് ദ പെരിമീറ്റേഴ്സ് ഓഫ് ബിഗ്ഗസ്റ്റ് ട്രയാങ്കിൾ ഇൻ ഈച്ച് ഫിഗർ ഒബ്റ്റെയിൻഡ് ബൈ കണ്ടിന്യൂയിങ് ദിസ് പ്രോസസ്. 4 into 2 അല്ല 3, സോറി 3. 4 into 3, 4 3 തവണ വരുന്നത്. നോട്ട് 8, സോറി 12. പെരിമീറ്റർ ആണ്, 3 വശമുണ്ടേ. ഇനി അടുത്തത് നോക്കാം. അടുത്തത് എങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഇവിടെ നോക്കിയാൽ നമുക്ക് ഇതിങ്ങനെ ജോയിൻ ചെയ്താൽ മനസ്സിലാവും. ഇതിങ്ങനെ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ക്ലിയർ? ഓക്കെ. കണ്ടോ? ഇതിനകത്ത് ഈ ഓരോ ട്രയാങ്കിളും എന്ന് പറയുന്നത് ഇവിടുത്തെ ട്രയാങ്കിൾ ആണ്. 2 ആണ്. 2,
ടു 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 2 4 6 8 ദിസ് ഇസ് 8. അങ്ങനെ 8 3 തവണ വരുന്നുണ്ട്. അപ്പൊ എന്താണ് 8 ഇൻറ്റു 3 പെരിമീറ്റർ 3 24. സോറി 24. അപ്പൊ 24. അപ്പൊ ഇതിന്റെ സീക്വൻസ് എന്താണ്? ഈ 3 കൊണ്ട് എടുത്ത് എഴുതിയ സീക്വൻസ് ആയി എന്താണ്? 6 പെരിമീറ്റർ 12 പെരിമീറ്റർ ആണ്, 24 അനദർ പെരിമീറ്റർ ആണ്. അപ്പൊ 6 12 24 ആണ് നമ്മുടെ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ. ഓക്കെ, ചെറിയൊരു നോയ്സ് ഉണ്ട്, പ്ലീസ് ക്ഷമിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സീക്വൻസ് ഓഫ് ഏരിയാസ് ഓഫ് ബിഗ്ഗസ്റ്റ് ട്രയാങ്കിൾ ഇൻ ഈച്ച് ഫിഗർ. ഇനി ഇപ്പൊ നമ്മൾ എഴുതിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരിമീറ്റർ ആണ്, അതായത് ചുറ്റുമുള്ള അളവുകൾ തമ്മിൽ കൂട്ടി എഴുതിയതാണ്. ഇനി ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഏരിയ ആണ്. ഏരിയ കണ്ടുപിടിക്കാനാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഏരിയ നോക്കാം. ഏരിയ, അതായത് സീക്വൻസ് ഓഫ് ഏരിയസ് ഓഫ് ബിഗ്ഗസ്റ്റ് ട്രയാങ്കിൾ ഇൻ ഈച്ച് ഫിഗർ. ഏരിയ എങ്ങനെ കാണാം? ഒരു ട്രയാങ്കിളിന്റെ ഏരിയ ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണ്. ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണെങ്കിൽ എല്ലാ വശങ്ങളും എ വരുന്ന ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഏരിയയുടെ ഫോർമുല നമുക്കറിയാം. നമുക്ക് ഫോർമുല ഡിറൈവ് ചെയ്യാം. ദിസ് ഈസ് എ ആൻഡ് ദിസ് ഈസ് എ, ദിസ് ഈസ് എ. ഓൾ സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾസ് ആർ ഈക്വൽ. എല്ലാ വശങ്ങളും എന്താണ്? സെയിം ആണ്. സോ നമുക്ക് അപ്പോൾ ഇവിടെ നമുക്ക് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഹാഫ് ബി എച്ച് ആണ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. സോ ഹാഫ് ഇൻറ്റു ബേസ് എ ഇൻറ്റു ഹൈറ്റ് നമുക്ക് അറിയില്ല, ഹൈറ്റ് നമ്മൾ കണ്ടെത്തണം. ഇങ്ങനെ ഹൈറ്റ് നമ്മൾ കണ്ടെത്തും. ദിസ് ഇസ് എ ആൻഡ് ദിസ് ഇസ് എന്താണ്? എ ബൈ 2. ഇതെന്താണ്? ഇവിടെ നിന്ന് ഇവിടം വരെ എ ബൈ 2 ആണ്. ആൻഡ് വാട്ട് അബൌട്ട് ദിസ്? ഈ ഒരു വശം നമ്മൾ എന്താണ് കണ്ടുപിടിക്കണം. അപ്പൊ പൈതഗോറസ് തിയറം അനുസരിച്ച് ഈ വശം എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്ക്വയർ ഇതിന്റെ സ്ക്വയർ കുറയ്ക്കണതാണ്. സോ എ സ്ക്വയർ മൈനസ് എന്താണ്? എ ബൈ 2 ഹോൾ സ്ക്വയർ. ക്ലിയർ? സോ ദിസ് ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ 4. ക്ലിയർ? 4 ഇങ്ങനെ എടുത്ത് ഗുണിച്ച് കഴിഞ്ഞാൽ 4a സ്ക്വയർ. നമുക്ക് ഇമ്പോർട്ടൻസ് ഇല്ല, ഞാൻ ഫോർമുല എങ്ങനെ വന്നെന്ന് പറയാം. 4a സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ 4, ദാറ്റ് ഈസ് 3a സ്ക്വയർ ബൈ 4. ക്ലിയർ? ഇനി അതിന്റെ നമ്മൾ എന്താണ്? റൂട്ട് എടുക്കണം. റൂട്ട് എടുക്കുമ്പോൾ √3a ബൈ 2. ദിസ് ഈസ് ദ ആൻസർ. വാട്ട്? ഹൈറ്റ്. അപ്പൊ അതവിടെ നമ്മൾ കൊടുക്കുമ്പോൾ √3a എന്താണ്? ബൈ 2 വരും. സോ ഈ എയും എയും തമ്മിൽ ഗുണിക്കുമ്പോൾ എ സ്ക്വയറും ഈ 2ഉം 2ഉം തമ്മിൽ താഴെ ഗുണിക്കുമ്പോൾ 4ഉം വരും. സോ ഫൈനലി ഏരിയ ഓഫ് ആൻ ഇക്വലാറ്റർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ √3a സ്ക്വയർ ബൈ 4. ക്ലിയർ ആണോ? ദിസ് ഈസ് ദ ഏരിയ, ജനറൽ ഫോർമുല. അപ്പോൾ ഫസ്റ്റ് ഫിഗറിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഒരു വശം 2 ആണ്, ഇവിടെ 4 ആണ്, ഇവിടെ നമ്മൾ കണ്ടതാണ് 8 ആണ്. ഇവിടെ അത് കൊടുത്താൽ മതി. അപ്പൊ ആദ്യത്തെ √3 ഇൻറ്റു 2 സ്ക്വയർ ബൈ 4 എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും വെട്ടിപ്പോവുക. ഓൺലി ആൻസർ ഈസ് എന്താണ്? √3. ഓക്കെ, ക്ലിയർ? സോ ദ ആൻസർ ഈസ് √3. ഇനി സെക്കൻഡ് വൺ ആണെങ്കിൽ √3 ഇൻറ്റു എന്താണ്? 4 സ്ക്വയർ ബൈ 4. അപ്പൊ താഴെയുള്ള ഒരു 4ഉം മുകളിലൊരു 4ഉം വെട്ടിപ്പോയി 4√3. ക്ലിയർ? ഓക്കെ. ഇനി ഇവിടെ ആണെങ്കിൽ ഈ മൂന്നാമത്തെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? √3 ഇൻറ്റു 8 സ്ക്വയർ ബൈ എന്താണ്? 4. ഈ 8നെ നമുക്ക് എന്ത് ചെയ്യാം? 8 ഇൻറ്റു 4 ഇൻറ്റു 2 ഹോൾ സ്ക്വയർ അങ്ങനെ വേണമെങ്കിൽ എഴുതാം. അപ്പൊ അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ 4 ഇവിടെ 8 ഇൻറ്റു 8 എന്ന് എഴുതാം. ദിസ് ഈസ് 8 ഇൻറ്റു 8. സോ ഒരു 4 ഇവിടെ ഇപ്പൊ ഇവിടെ 2 വന്ന് 2 ഇൻറ്റു 8 16 √3. ഓക്കെ, സോ ദിസ് ഈസ് ദ ഏരിയ. അപ്പൊ ഏരിയ കാണാനുള്ള ഫോർമുലയുമായി ദിസ് ഈസ് അവർ ഏരിയ. സോ അത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻ സി നോക്കാം. റൈറ്റ് ദ ആൽജിബ്രിക് ഫോംസ് ഓഫ് ബോത്ത് ഓഫ് ദ എബോവ് സീക്വൻസസ്. അമ്മി രണ്ടുപേരുടെയും ആൽജിബ്രിക് ഫോം നമ്മൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് കിട്ടിയ സീക്വൻസ് എന്തായിരുന്നു എന്ന് നമുക്കറിയാം. നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് കിട്ടിയ സീക്വൻസ് ഇതായിരുന്നു. 6 12 24 എക്സെട്ര. ഇതാണ് ഫസ്റ്റ് നമുക്ക് കിട്ടിയ സീക്വൻസ്. രണ്ടാമത് ഇപ്പോ നമുക്ക് കിട്ടിയ സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് √3 കിട്ടി. പിന്നെ 4√3 കൺട്രോൾ P 4√3
പിന്നെ നമുക്ക് കിട്ടിയത് 16√3 ആണ്. 16√3. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയ രണ്ട് സീക്വൻസ്. ഇതിന്റെ ആൽജിബ്രിക് ഫോമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് സൂക്ഷിച്ച് നോക്കാം. ഇവിടെ ഈ 6 എന്ന് പറയുന്നത്, 12 എന്ന് പറയുന്നത്, 24 എന്ന് പറയുന്നത് ഒന്നും അരിത്തമാറ്റിക് സീക്വൻസ് അല്ല. +6 12 കിട്ടും, 12 + 6 18 ആട്ടോ, പക്ഷെ ഇവിടെ 24 ആണ്. അപ്പൊ നമുക്ക് ആ ഫോർമുല ഉപയോഗിച്ച് ചെയ്യാൻ പറ്റില്ല. മറിച്ച് നമുക്ക് ജനറൽ ആയിട്ട് നമുക്കൊരു ടേംസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. നോക്കണ്ട, ഈ 6 എന്ന് പറയുന്നത് 3 × 2 ആണ്. ക്ലിയർ ആണോ? ഓക്കെ, ഈ 12 എന്ന് പറയുന്നത് 3 × 2 × 2 ആണ്. ഓക്കെ, 24 എന്ന് പറയുന്നത് 3 × 2 × 3 ആണ്. 6 × 3 24, 2 6, സോറി 2 3 പ്രാവശ്യം വരുന്നതാണ്. ഓക്കെ, അപ്പൊ ശരിയാണ്. നോക്കിയാൽ 3 24. അപ്പൊ ഇവിടെ കോമൺ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ 2 ഒരു തവണ, ഇവിടെ 2 തവണ, 2 ഒരു തവണ, 3 തവണ. അപ്പൊ ജനറൽ ആയിട്ട് പറഞ്ഞാൽ 3 കോമൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. 3 × 2 × ഇവിടെ ഒരു തവണ, ഇവിടെ 2 തവണ, ഇവിടെ 3 തവണ. അപ്പൊ n. So this is the algebraic expression. Clear? Here ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ √3, 4√3, 16√3 അല്ലേ? അപ്പൊ ഇവിടെ 4 ഉണ്ടോ? ഇല്ല. അപ്പൊ 4⁻0. 4ന്റെ മീതെ 0 ഇട്ടാൽ അതെന്താണ്? 1 ആണ്. അത് മനസ്സിലാക്കി വെക്കുക. ഇവിടെ 4:1. ക്ലിയർ? ഇവിടെ 4ന്റെ സ്ക്വയർ. അപ്പൊ ജനറൽ ആയിട്ട് പറഞ്ഞാലോ, ജനറൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ ടേം വരുമ്പോ 0 കണ്ടോ, രണ്ടാമത്തെ ടേം വരുമ്പോ 1, മൂന്നാമത്തെ ടേം വരുമ്പോ 4ന്റെ മീതെ 2. അപ്പൊ nth ടേം വരുമ്പോ 4ന്റെ മീതെ n1 പറയണം, n-1. ഓക്കെ, so this is the algebraic expression. Okay, അടുത്ത question number 3. The algebraic expression for an arithmetic sequence is 6n + 1. Find the sum of first n + 1 terms of the sequence. If the sum of the first n + 1 terms of an arithmetic sequence is an² + bn + c, then prove that a + c is equal to b. ഇത് ആനുവൽ എക്സാം മാർച്ച് 2017 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്? ആൽജിബ്രൈക് expression for an arithmetic sequence is 6n + 1. Find the sum of first n + 1 terms of the sequence. അപ്പൊ നമുക്കൊരു ആൽജിബ്രൈക് എക്സ്പ്രഷൻ എന്ന സ്ഥിതിക്ക് നമുക്ക് ആ ടേമുകൾ കണ്ടെത്താൻ പറ്റും. വെരി ഈസി ആണ്. n-ന് 1 കൊടുത്താൽ ആദ്യത്തെ ആളെ കിട്ടും. സോ x1 ഫസ്റ്റ് ടൈം is equal to 6 × 1 + 1. That is 6 + 1 is equal to 7. Okay, second time n-ന് 2 കൊടുത്താൽ കിട്ടും. 6 × 2 + 1, that is 12 + 1, that is 30. സോ നമുക്ക് സീക്വൻസ് കിട്ടി. നമ്മുടെ സീക്വൻസ് എന്ന് പറയുന്നത് 7, 13. നമുക്ക് 13-ന് 7 കുറച്ചാൽ നമുക്ക് മനസ്സിലായി എത്രയാണ്? 6 കൂടെ കൂടി പോകുന്നതെന്ന് മനസ്സിലായി അല്ലേ? അപ്പൊ 13, 6, 19. അപ്പൊ അടുത്ത നമ്പർ 19. അങ്ങനെ പോകുന്ന ഒരു സീക്വൻസ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇതിനകത്ത് ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് എന്താണ്? 7 ആണെന്നും കോമൺ ഡിഫറൻസ് 6 ആണെന്നും നമുക്ക് ഇതിൽ തന്നെ വ്യക്തമാണ്. ഓക്കെ, find the sum of first n + 1 terms. നമ്മൾ ചോദ്യം n + 1 ടേംസിന്റെ തുക കണ്ടെത്തുക എന്നുള്ളതാണ്. സാരില്ല, നമുക്ക് Sn എഴുതാം. Sn is equal to എന്താണ്? n/2 × 2f + n-1 × d. n-1 × d ഇതാണ് സം കാണാനുള്ള തുക. ഇനി ഇവിടെ നമ്മൾ n + 1 സം നോക്കിയാൽ ഇവിടെ n + 1 ആക്കണം. ഇവിടെ എന്താക്കണം? n + 1. ഇവിടെ എന്താക്കണം? n + 1-ന് -1 കൊടുക്കണം. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു n + 1/2. അപ്പൊ n + 1 ഒക്കെ എഴുതുമ്പോൾ ഒരു ബ്രാക്കറ്റിനകത്ത് ഇടണം. ഇൻറ്റു 2f പ്ലസ്, നോക്കൂ, n + 1 - 1. ഓക്കെ, അപ്പൊ n + 1
മൈനസ് വൺ എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കാം? ആ പ്ലസ് വൺ മൈനസ് വൺ അങ്ങോട്ട് വെട്ടിപ്പോകും. ബാക്കി അവിടെ എൻ മാത്രമാവും. എൻ ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ ഡി. ഇത്രയാവും. ഇനി നമുക്ക് എല്ലാത്തിന്റെ വില കൊടുക്കാം. നമ്മുടെ ഫസ്റ്റ് ടേം എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടതാണ് 7. ഡി നമ്മൾ നേരത്തെ കണ്ടതാണ് 6. ആ വിലകൾ ഇവിടെ കൊടുക്കാം. സോ ദിസ് ഈസ് ഈക്വൽ ടു n പ്ലസ് 1 ഡിവൈഡ് ബൈ 2 ബ്രാക്കറ്റിനകത്ത് 2 ഇൻറ്റു ഫസ്റ്റ് ടേം 7 പ്ലസ് n ഇൻറ്റു കോമൺ ഡിഫറൻസ് 6. ഓക്കെ, ഈ 2 അകത്തേക്ക് എടുത്താൽ ഈ 2 വെട്ടിപ്പോവും, 6 ആയിട്ട് വെട്ടിപ്പോവും, ഇവിടെ 3 കിട്ടും. നേരത്തെ നമ്മൾ കാണിച്ചു തന്നാണ് അതെങ്ങനെയാ വന്നേന്നുള്ളത്. സോ ഇനി ബ്രാക്കറ്റിൽ ഇവിടെ പുറത്തുള്ളത് n പ്ലസ് 1 ഒരെണ്ണം പുറത്തുണ്ട്. ഉള്ളിലാണെങ്കിൽ 3 ഇൻറ്റു n 3 n ഒരു 7 അതിന്റെ ഉള്ളിലുണ്ട്. സോ ദിസ് ഇസ് ഈക്വൽ ടു n പ്ലസ് 1 പുറത്ത് കിടക്കുന്ന n പ്ലസ് 1 ഇൻറ്റു പിന്നെ 3n ആദ്യം എഴുതി സാറ്, പിന്നെ പ്ലസ് 7 ബാക്കി ഉണ്ട്. ഓക്കെ, ഇതാണ് ഇതിന്റെ അകത്ത് വരുന്നത്. ഇതാണ് നമ്മുടെ എസ് ഇൻറ്റു സം ഓഫ് n പ്ലസ് 1 ടേംസ്. നമ്മൾ അകത്തോട്ട് എടുത്ത് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. സോ n ഇൻറ്റു 3n എന്ന് പറഞ്ഞാൽ 3n സ്ക്വയർ. ക്ലിയർ? then n into 7n plus 7, n into 7 7n. okay, then 1 into 3 എന്ന് പറയുമ്പോൾ plus 3n plus 3n. okay, then 1 into 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ plus 7. so ഇവിടെ 3n സ്ക്വയർ plus ഈ 7n ഉം 3n ഉം കൂട്ടുമ്പോൾ 10n കിട്ടും. 10n plus last 7. So this is our answer. Okay. And the third question ചോദിച്ചേക്കണം നമ്മളോട്, if the sum of the first n plus 1 terms of an arithmetic sequence is an square plus bn plus c, then prove that a plus c is equal to b. എന്തായാലും ക്വസ്റ്റ്യനിലേക്ക് പോകുന്നില്ല, ഞാൻ ഓൾറെഡി വായിച്ചതാണ്. അപ്പൊ അവര് പറഞ്ഞത് സം ഓഫ് എസ് n plus 1 ആദ്യത്തെ n plus 1 സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് an സ്ക്വയർ പ്ലസ് bn പ്ലസ് c ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ then prove that a plus c സമം b എന്ന് പ്രൂവ് ചെയ്യാം. നമ്മൾ a plus c കൂട്ടി കഴിയുമ്പോൾ അത് b ആണെന്ന് പ്രൂവ് ചെയ്യണം നമ്മൾ. ശരിയോ? അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യാമെന്ന് വെച്ചാൽ ഇത് 0 ആക്കാം. എസ് 0, അതായത് n is equal to -1 എന്ന് കൊടുക്കാം. അപ്പൊ s 0. ക്ലിയർ? അപ്പൊ എന്താവും? a ഇൻറ്റു -1 into square -1 square പ്ലസ് b ഇൻറ്റു -1 പ്ലസ് c ഇങ്ങനെയാവും. സോ S0, അതായത് ഒറ്റ പദങ്ങളുടെ തുക അല്ല. S0 is equal to -1 into square എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. 1 into a b into -1 minus b plus c. So here എന്താണ് നമുക്ക് എന്താ മനസ്സിലായത്? സം 0 ആണ്. സോ a minus b plus c. ഓക്കെ, ക്ലിയർ? ഇവിടെ നമ്മൾ a plus c is equal to b എന്നാണ് തെളിയിക്കേണ്ടത്. അപ്പൊ ഞാൻ ഈ മൈനസ് ബി ഇപ്പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പൊ പ്ലസ് ബി ആവും. ബി സമം ഇതാണ് എ പ്ലസ് സി. എന്താ പറഞ്ഞത്? ഇഫ് ദ സം ഓഫ് n plus terms of arithmetic sequence is n square plus bn plus c, then a plus c. Okay. Next question number 4. Consider arithmetic sequence 10, 17, 24. What is its algebraic form? ഇതിന്റെ ബീജഗണിത വാചകം എന്താണ്? Prove that there is no perfect square in this sequence. ഇതിനകത്ത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ഇല്ല എന്ന് നമ്മൾ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. ഇതൊക്കെ വലിയ മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, 4 മാർക്കിന്റെ. സോ 10, 17, 17, 24 ഇതിന്റെ ആൽജിബ്രിക് ഫോം xn is equal to നമുക്കറിയാം എന്താണ്? ഫസ്റ്റ് ടേം പ്ലസ് എന്താണ്? n minus 1 into d. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ 10 ആണ്. 10 പ്ലസ് n minus 1 into d. What is d? 17 minus 10. 17 നിന്ന് 10 കുറച്ചാൽ 7. ഓക്കെ,
സോ ഇതകത്തേക്ക് എടുത്ത് ഗുണിക്കുമ്പോൾ 10 പ്ലസ് ഈ 7 അകത്തേക്ക് എടുത്ത് ഗുണിക്കുമ്പോൾ 7n 7n ഇത് ഗുണിക്കുമ്പോൾ -7. ക്ലിയർ? സോ ദിസ് ഇസ് ഇക്വൽ ടു 10 -7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ്. അപ്പോൾ 7 n plus 3. This is equal to xn. So 7n plus 3. This is the answer. And the second question, prove that there is no perfect square in this. ഈ സീക്വൻസിൽ ഒരു പെർഫെക്റ്റ് സ്ക്വയറും ഇല്ല എന്ന് നമ്മൾ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. അപ്പൊ ഇവിടെ നമുക്ക് ഇതിനകത്ത് ഫസ്റ്റ് ടേം നോക്കിയ 10. ഇതിന്റെ കോമൺ ഡിഫറൻസ് എന്താണ്? 7. അപ്പൊ 10നെ നമ്മൾ എന്താണ് 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി. അപ്പൊ നമുക്ക് ഒരു തവണയാണ് പോവാ. റിമൈൻഡർ എന്താണ്? റിമൈൻഡർ സമം 3. ക്ലിയർ? അങ്ങനെ ഏതൊരു ടേമിനെ നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എന്താണ്? 3 കിട്ടും. ഇനി നമുക്ക് സ്ക്വയറുകൾ എടുത്തു നോക്കാം. സ്ക്വയറുകളിൽ നമുക്കറിയാം 0 സ്ക്വയർ, 1 സ്ക്വയറുകൾ, 4 സ്ക്വയറുകൾ, 9, പിന്നെ എന്താണ് 16, പിന്നെ 5ന്റെ സ്ക്വയർ 25. ഇതിൽ ആരെയെങ്കിലും നമ്മൾ 7 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ 3 കിട്ടുന്നുണ്ടോ? നമ്മൾ 0നെ 7 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ 0, 1നെ ഹരിച്ചാൽ 1, 4നെ നമ്മൾ ഹരിച്ചു കഴിഞ്ഞാൽ എന്താണ്? അങ്ങനെ നിങ്ങൾ ഓരോന്ന് ഹരിച്ചു നോക്കാം. ഓക്കെ, നിങ്ങൾ ഹരിച്ചു നോക്കുമ്പോൾ ഒറ്റ സ്ഥലത്തും നിങ്ങൾക്ക് റിമൈൻഡർ എന്താണ്? 3 കിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് ഈ പറയുന്ന കംപ്ലീറ്റ് സ്ക്വയറുകളും എന്തെല്ലാം അങ്ങനെ ഹരിച്ച് കാണിച്ചു കൊടുക്കണം. എന്നിട്ട് പറയണം there is no squares which leaves remainder 3 on division by എന്താണ് 7. 7 വെച്ച് ഹരിക്കുമ്പോൾ ഒരു സ്ക്വയറുകളും എന്ത് ചെയ്യുന്നില്ല? റിമൈൻഡർ 3 തരുന്നില്ല. അതുകൊണ്ട് സ്ക്വയറുകളൊന്നും ഇതിനകത്ത് വരില്ല ഞങ്ങൾ എഴുതുന്നു. അത്രയേ ഉള്ളൂ. ഓക്കെ, അതാണ് ഏറ്റവും എളുപ്പമാർഗം. Then question number 5. An arithmetic sequence m times the nth term is equal to n times the mth term. Prove that is first term and common difference are equal. ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ഉണ്ട്. ആ അരിത്തമാറ്റിക് സീക്വൻസില് m ടൈംസ് ദ nth ടേം. വളരെ ശ്രദ്ധിക്കണം. nth ടേം എന്താ? nth ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ f plus that is xn nth term is equal to f plus n minus 1 into d. This is the nth term. Okay, equal to mth term. What is mth term? px m എന്ന് എടുക്കാം. m is equal to f plus എന്താണ് m minus 1 into d. This is the mth term. ഇത് പറയുന്നത് n m times the nth term എന്ന് പറയുമ്പോൾ ഇതിനെ m കൊണ്ട് ഗുണിക്കണം into m is equal to n times the mth term. mth termനെ നിങ്ങൾ എന്തുകൊണ്ട് ഗുണിക്കണം? n കൊണ്ട് ഗുണിക്കണം. n, അതായത് nth ടേം n എന്ന് പറയുന്ന ടേമിനെ m കൊണ്ടും m എന്ന് പറയുന്ന ടേമിനെ n കൊണ്ട് ഗുണിച്ചാൽ അത് രണ്ടും ഈക്വൽ ആവണം എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഈക്വൽ ആണ്. ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ പ്രൂവ് ദാറ്റ് ഫസ്റ്റ് ടേം ആൻഡ് കോമൺ ഡിഫറൻസും ഈക്വൽ ആണ് നമ്മൾ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. ക്ലിയർ ആണല്ലോ? ഓക്കെ, യെസ്. അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതിയാണ് n into എന്താണ് xm equal to m is m into എന്താണ് xn. ക്ലിയർ? സോ n into xm എന്ന് പറയുമ്പോൾ n into അകത്തേക്ക് ഇത് ചെയ്യണം. അപ്പൊ എന്നിട്ട് നമുക്ക് nf n into f nf. This is nf. Okay, plus n into m, that is mn, പിന്നെ into d, mn d. അങ്ങനെ ഇടൂലേ? യെസ്, m n d. ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പൊ മൈനസ് n into 1 into d, n into 1 into d. അപ്പൊ എന്താണ്? n d. ക്ലിയർ? ഈക്വൽ ടു ഇവിടെ നോക്കാം m ഇതേപോലെ തന്നെ m into f mf. ഓക്കെ, പ്ലസ് m into n m into n എന്ന് പറഞ്ഞാൽ mn into d. ഈ m വെച്ചും d വെച്ചും n നെ ഗുണിക്കണം. അപ്പം m
എം എൻ ഡി. ക്ലിയർ? എം എൻ ഡി മൈനസ് എം ഇൻറ്റു ഡി ഇൻറ്റു 1 എം ഡി. ഓക്കെ, ക്ലിയർ ആണോ? സോ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരേപോലത്തെ ടേംസ് ഉണ്ട്, എം എൻ ഡി എം എൻ ഡി. സോ ഗെറ്റ് ക്യാൻസൽ. ക്ലിയർ? പിന്നെ ഇവിടെ ബാക്കിയുള്ളത് എന്താണെന്ന് വെച്ചാൽ എൻ എഫ് മൈനസ് എൻ ഡി. അപ്പൊ രണ്ടിലും എൻ കോമൺ ആയിട്ടുണ്ട്. എഫ് മൈനസ് ഡി, സോറി, ഈക്വൽ ടു ഇവിടെ എം നമ്മൾ പുറത്തേക്ക് എടുക്കുക. ഇവിടെ ബാക്കിനകത്തുള്ളത് എഫ് മൈനസ് ഡി. അപ്പൊ എൻ ഇൻറ്റു എഫ് മൈനസ് ഡി ഇവിടെ വന്നു, എം ഇൻറ്റു എഫ് മൈനസ് ഡി ഇവിടെ വന്നു. കിട്ടിയോ? എൻ പുറത്ത് കൊടുത്തു, എൻ എഫ് മൈനസ് എൻ ഡി, ഹിയർ എം എഫ് മൈനസ് എം ഡി. ഓക്കെ, ഇവിടെ നിന്ന് എം പുറത്ത് കൊടുത്തു, എം എഫ് മൈനസ് ഡി. സോ നമ്മൾ പ്രൂവ് ദാറ്റ് എന്താണ്? പ്രൂവ് ദാറ്റ് ഈസ് ഫസ്റ്റ് ടൈം ആൻഡ് കോമൺ ഡിഫറൻസ് ആർ ഈക്വൽ. ഇവിടെ എൻ എം ഈക്വൽ ആണ്, പക്ഷെ നമുക്ക് ഇങ്ങനെയല്ല പ്രൂവ് ചെയ്യേണ്ടത്. ഇപ്പൊ ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ എഫ് ഇത് രണ്ടും ക്യാൻസൽ ചെയ്തു. അപ്പൊ അങ്ങനെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ് സെയിം എന്നാണ്, എഫും ഡിയും സെയിം ആണെന്ന് തെളിയിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കാര്യം ചെയ്യാം. ഈ എഫ് ഉള്ള ടേംസ് അടുപ്പിച്ച് കൊണ്ടുവരാം. ഇവിടെ എൻ എഫ് ഉണ്ട്, ഇവിടെ എം എഫ് ഉണ്ട്. എം എഫ് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. സോ എൻ എഫ് അവിടെ നിന്നോട്ടെ, ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ള എൻ എഫ് നിന്നോട്ടെ, എം എഫ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് എം എഫ്. ഓക്കെ, അപ്പൊ എഫ് ഒരു സൈഡിലായില്ലേ. ഇനി ഈ മൈനസ് എൻ ഡിനെ നമുക്ക് സമത്തിന്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പൊ ഓൾറെഡി മൈനസ് എം ഡി ഉണ്ട്. സോ മൈനസ് എം ഡി പ്ലസ് എൻ ഡി. ക്ലിയർ? ഓക്കെ, അപ്പൊ ഇവിടെ നിന്നും എഫ് പുറത്തെടുത്തു കഴിഞ്ഞാൽ എൻ മൈനസ് എം, ഓക്കെ, ഇസ് ഈക്വൽ ടു ഇവിടെ നിന്ന് നമ്മൾ എൻ പുറത്തെടുക്കുക, സോറി ഡി പുറത്തെടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടുള്ള ആളും എൻ ആണ്, അത് ആദ്യം എഴുതി. നെഗറ്റീവ് ആയിട്ടുള്ള എം മൈനസ് എം ബ്രാക്കറ്റിനകത്ത്. സോ വാട്ട് ഹാപ്പൻസ്, എൻ മൈനസ് എം രണ്ട് സൈഡിലോട്ട് വെട്ടിപ്പോകും. സോ എഫ് ഇസ് ഈക്വൽ ടു എന്താണ്, ഡി. ഓക്കെ, അപ്പൊ നമുക്ക് എഫ് ഇസ് ഈക്വൽ ടു ഡി എന്ന് തെളിയിക്കാം, എൻ ഇസ് ഈക്വൽ ടു എം അങ്ങനെയും തെളിയിക്കാം. അപ്പൊ ഇത് എടുക്കണ്ട. ഓക്കെ, ഇങ്ങനെ എടുത്ത് ചെയ്താൽ മതി. ഒന്നും പറയാം സാറ്, ഇവിടെ എക്സ് എൻ എന്ന് പറയുന്നത് എം ടൈംസും എക്സ് എം എന്ന് പറയുന്നത് എൻ ടൈംസും ഈക്വൽ ആണ് എങ്കിൽ ഫസ്റ്റ് ടൈമും കോമൺ ഡിഫറൻസ് സെയിം ആണ് തെളിയിക്കണം. അപ്പൊ ഇവിടെ എൻ ഇൻറ്റു എക്സ് എം, അതായത് എന്നിനെ എക്സ് എം എന്ന് പറഞ്ഞ ടേം കൊണ്ട് ഗുണിക്കുന്നതും എം ഇൻറ്റു എക്സ് എം, എമ്മിനെ എക്സ് എന്ന് പറഞ്ഞ ടേംസ് ഗുണിക്കുന്നതും സെയിം ആണെന്ന് എഴുതിയിട്ട് എക്സ് എമ്മിന്റെ ഫോർമുല ഇവിടെ നോക്കി എഴുതുക. അങ്ങനെ ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല. എൻ അകത്തോട്ട് ഗുണിക്കുക. അപ്പൊ എൻ ഇൻറ്റു എഫ് എൻ എഫ്, എൻ ഇൻറ്റു എം ഇൻറ്റു ഡി എം എൻ ഡി, എൻ ഇൻറ്റു ഡി ദാറ്റ് ഈസ് മൈനസ് എൻ ഡി സീക്വൽ ടു ഇതുപോലെ ഇപ്പുറത്ത് ചെയ്യുക. എം ഇൻറ്റു എഫ് എം എഫ്, എം ഇൻറ്റു എൻ ഇൻറ്റു ഡി ദാറ്റ് ഈസ് എം എൻ ഡി, എം ഇൻറ്റു ഡി എം ഡി. സോ വാട്ട് ഹാപ്പൻഡ് ഈസ് ഇവിടെ എന്താ വെച്ചാൽ മൈനസ് ഈ പ്ലസ് എം എൻ ഡി പ്ലസ് എം ഡി രണ്ട് സെയിം ആണ്, അത് വെട്ടിക്കളയാം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ പിന്നെ ഒരു റീ അറേഞ്ച്മെന്റ് ആണ്. അതായത് ഈ മൈനസ് എൻ ഡി സമത്തിന്റെ ഇപ്പുറത്തേക്ക് എടുത്തു, ഇപ്പുറത്തോളം എം എഫ് സമത്തിന്റെ ഇപ്പുറത്തേക്ക് എടുത്തു, ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു. കാരണം എഫുകളൊക്കെ ഒരുമിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. എഫ് പുറത്തെടുത്തു, എൻ മൈനസ് എം, ഇവിടെ ഡി പുറത്തെടുത്തു, എൻ മൈനസ് വെട്ടി കഴിയുമ്പോൾ എഫ് ഇസ് ഈക്വൽ ടു ഡി. ദാറ്റ്സ് ഓൾ. Question number 6. The algebraic form of an arithmetic sequence is 7n plus 3. What is the remainder when each term of the sequence is divided by 7? How many numbers are there in between 100 and 300 in this sequence? SLC first time examination number 2016 ചോദിച്ചതാണ്. ആൽജിബ്രിക് ഫോം ഓഫ് an arithmetic sequence 7n plus 3 ആണെങ്കിൽ അതിനെ നമുക്ക് അതിനകത്ത് ഓരോ ടേമിനെയും 7 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്താണെന്ന് കണ്ടെത്തണം. ഇവിടെ തന്നെ ഉണ്ടല്ലോ 7n plus 3, അവിടെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 7 വെട്ടിപ്പോവും. പിന്നെ നമുക്ക് എന്താ കിട്ടുക, 3 കിട്ടുക റിമൈൻഡർ. സോ ദ ആൻസർ ഈസ് വെരി ഈസി. ആ ക്വസ്റ്റ്യനിൽ തന്നെയുണ്ട്, ദാറ്റ് ഈസ് 3. സോ ദ ആൻസർ ഈസ് 3.
ഇനി ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ ഇൻ ബിറ്റ്വീൻ 100 ആൻഡ് 300? ഇങ്ങനത്തെയുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ 100നും 300നും ഇടക്ക് ഇതുപോലത്തെ എത്ര സീക്വൻസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ 3 കിട്ടണം. നമ്മൾ 100 കഴിഞ്ഞിട്ടുള്ള ആ സംഖ്യ ആരാണ് കണ്ടത്? ആദ്യം തന്നെ 100നെ നമുക്കൊന്ന് 7 കൊണ്ട് ഹരിച്ചു നോക്കാം. 10ൽ 7 ഒരു തവണ, ഒരു 7 7, 3 30, 30ൽ 7 4 തവണ, 4 7 28. അപ്പൊ ശിഷ്ടം എന്ത് കിട്ടും? 2 പോരാ, ശിഷ്ടം 3 കിട്ടണം. ഇനി ചിലർക്ക് ഇത് മനസ്സിലായില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. 7 × 1 അപ്പൊ 7 + 3 10, ആദ്യത്തെ ടേം 10. ഓക്കെ, 7 × 2 14 + 3 എത്രയാണ്? 17. അപ്പോ 10 17 വീണ്ടും 7 കൂട്ടാം, പിന്നെ 24. ഇങ്ങനെ പോകുന്ന സീക്വൻസ് ആണ്. ഓരോന്നിനെ ഹരിച്ചു നോക്കാം. അപ്പൊ റിമൈൻഡർ 3 കിട്ടും. 7 വെച്ച് ഹരിച്ചു നോക്കാം. ഓക്കെ, ഇനി ആദ്യത്തെ കിട്ടിയ കാര്യം പറഞ്ഞത്. രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് വന്നേ. 100നും 300നും ഇടയ്ക്ക് ഇതുപോലത്തെ എത്ര പേരുണ്ടെന്ന് കണ്ടെത്തണം. അപ്പൊ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? അപ്പൊ നമ്മൾ ആദ്യത്തെ ടേമും അവസാനത്തെ ടേമും നമുക്ക് എന്താണ് അറിയണം, n കാണണമെങ്കിൽ. അപ്പൊ നമ്മുടെ n കാണാനുള്ള ഫോർമുല ഇതാണ്. n = ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ്. അതെല്ലാം ചെയ്തിട്ട് +1. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ ഇതിനകത്ത് ലാസ്റ്റ് ടേം അറിയണം, ഫസ്റ്റ് ടേം അറിയണം. ഫസ്റ്റ് ടേം 100ന് ശേഷമുള്ള 7 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന, അതായത് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 കിട്ടുന്ന സംഖ്യ എടുക്കുക. നമ്മൾ 100നെ ഹരിച്ചെങ്കിൽ 2 കിട്ടിയുള്ളൂ. നമുക്കിവിടെ 3 കിട്ടണം. അപ്പൊ 3 ആക്കാല്ല, ഒരു 1 കൂട്ടാം, മുകളിലും കൂട്ടാം. ക്ലിയർ? സോ ഫസ്റ്റ് ആള് കിട്ടി 101 നമ്മുടെ എന്താണ് ഫസ്റ്റ് ടേം. ക്ലിയർ? ഇതുപോലെ 300നെ ഹരിച്ചു നോക്കാം. 300 ഹരണം 7. അപ്പൊ 300 ഹരിക്കുമ്പോൾ 30ൽ 7 നോക്കാം. 4 7 എന്താണ്? 28. ശിഷ്ടം 2 20. 20ൽ 2 7, 2 7 14. ഓക്കെ, ശിഷ്ടം നമുക്ക് കിട്ടുന്നത് 6. 6 പോരാ, നമുക്ക് 3 മതി. ഇതിൽ ഒരു 3 കുറയ്ക്കാം. അപ്പൊ മുകളിൽ നിന്ന് 3 കുറയ്ക്കാം. അപ്പൊ മുകളിൽ 300ൽ 3 കുറഞ്ഞാൽ 297. സോ ദ ലാസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു 297. അപ്പൊ തുടക്കം എത്രയാണ്? തുടക്കം 101, എൻഡിങ് 297. അപ്പൊ ഈ 297 ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുക. ഈ 101 നമ്മൾ ഈ ഇക്വേഷനിൽ ഇവിടെ കൊടുക്കുക. കോമൺ ഡിഫറൻസിന് അവിടെ നമ്മൾ 7 കൊടുക്കുക. അപ്പൊ ഉത്തരം കിട്ടും. ഓക്കെ, നോക്കാം. n = ലാസ്റ്റ് ടേം 297 മൈനസ് 101 ഡിവൈഡഡ് ബൈ 7 കോമൺ ഡിഫറൻസ് +1. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു 297 നിങ്ങൾ എന്ത് ചെയ്യണം? 101 കുറയ്ക്കണം. കുറയ്ക്കുക. അപ്പൊ 297 മൈനസ് 100, 7 6 9 2 196. അതിന് 7 കൊണ്ട് ഹരിക്കണം, എന്നിട്ട് +1 കൂട്ടണം. ഓക്കെ, സോ 196 ഹരണം 7, 2 7 14. അപ്പൊ ഇവിടെ 5 ഒരു 56, 7 56. സോ ദ ആൻസർ ഇസ് 28 +1, സോ 29. അങ്ങനെ 29 പദങ്ങളാണ് ആകെ ഉള്ളത്. എവിടെ നിന്ന് എവിടം വരെ? 100 മുതൽ 300 വരെ ഉള്ള ഇടയ്ക്ക് ഈ തരത്തില് ഈ 7 കൊണ്ട് ഹരിക്കുമ്പോൾ 3 റിമൈൻഡർ ആയിട്ട് വരുന്ന സംഖ്യകളുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 7. ഇപ്പൊ നമ്മള് 8 ക്വസ്റ്റ്യൻ ആണ് ഇതിനകത്തുള്ളത്. 2 ക്വസ്റ്റ്യനോടുകൂടി നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ക്ലാസ് തീരെയാണ്. അപ്പൊ അതിനകത്ത് 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോ പറയാനായിട്ട് പോകുന്നത്. A pattern is formed using sticks of equal length as shown below. ഒരു പാറ്റേൺ ഇവിടെ തന്നിട്ടുണ്ട്. Write the sequence of numbers of sticks used in each figure. എത്ര സ്റ്റിക്സ് ഉപയോഗിച്ച് എഴുതണം. Write the sequence of numbers of squares and rectangle in each figure. ഇതിനകത്തുള്ള സ്ക്വയറുകളും റെക്ടാങ്കിളും എഴുതണം. Write the algebraic expression in the above 2 sequences. ഈ 2 സീക്വൻസിലെയും ഉപയോഗിച്ച് കിടന്ന വാചകം എഴുതണം. Find the number of sticks and squares in the 10th figure. ഇങ്ങനെയാണ് ഈ 10ാമത്തെ ഫിഗർ എങ്ങനെ ഇരിക്കുക. അതിനകത്ത് നമ്പർ ഓഫ് സ്റ്റിക്സും സ്ക്വയേഴ്സും നമ്മൾ എന്താണെന്ന് എഴുതണം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എടുക്കാം. ഫസ്റ്റ് ഫിഗറിൽ എത്ര സ്റ്റിക്സ് ഉണ്ട്? 4. വെരി ഈസിയാണ്, 4. സെക്കൻഡിലോ? സെക്കൻഡിൽ നോക്കൂ, 1 2 3
4 5 6 7 7. അടുത്തല്ലോ. അപ്പൊ അതെങ്ങനെ മനസ്സിലായി നിങ്ങൾക്ക്? ഇത് 4ആണ്. ഇവിടെ വന്നപ്പോ അങ്ങനത്തെ 2 ഉണ്ട്. അപ്പൊ 8. പക്ഷെ ഒരെണ്ണം അവിടെ കോമൺ ആണ്. അപ്പൊ 1 കുറയ്ക്കും. അപ്പൊ 7. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 4 4 4. അതായത് 12 വരേണ്ടതാണ്. ഓക്കെ, 12 വരേണ്ടതല്ലേ? അപ്പൊ അതിനകത്ത് 2 നിങ്ങൾ എന്ത് ചെയ്യാം? കുറയ്ക്കാം. സോ ആൻസർ കിട്ടി 10. എനിക്കൊരു അരിത്തമെറ്റിക് സീക്വൻസ് കിട്ടി. 4 3 7 7 3 10 അങ്ങനെ ഉണ്ടാവും 13. അപ്പൊ കഴിഞ്ഞു. സോ ദ ആൻസർ ഈസ് 4 7 10 എന്താണ് 30. ക്ലിയർ? And the second question, write the sequence of numbers of squares and rectangle in each figure. സ്ക്വയേഴ്സും റെക്ടാങ്കിളും നമ്മൾ ഇതിനകത്ത് കണ്ടുപിടിക്കാം. അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് കേസില് സ്ക്വയർ ഒരെണ്ണം ഉള്ളൂ, അപ്പൊ ഒരു സ്ക്വയർ ഉള്ളൂ. ഓക്കെ, സെക്കൻഡ് കേസിൽ വന്നപ്പോ 2 സ്ക്വയറും ഒരു റെക്ടാങ്കിളും ഉണ്ട്, അപ്പൊ 3 ഓക്കെ. ഇനി തേർഡ് ഫിഗറിൽ നോക്കിയേ 3 സ്ക്വയർ ഉണ്ട്, 1 2 3. റെക്ടാങ്കിൾ പറയുകയാണെങ്കിൽ ഇതൊരു റെക്ടാങ്കിള്, അപ്പൊ എത്രയായി? 4 ആയി. ഓക്കെ, പിന്നെ ഇതൊരു റെക്ടാങ്കിള്, അപ്പൊ എത്രയായി? 5. പിന്നെ ഇത് വലിയൊരു റെക്ടാങ്കിൾ, അപ്പൊ എത്രയായി? 6. സോ 6. ഇനി ഇവിടെ വരാം. ഇവിടെ 1 2 3 4 4 സ്ക്വയർ, 4 പ്ലസ് പിന്നെ ഇത് മൊത്തത്തിൽ ഒരു റെക്ടാങ്കിൾ, വലിയൊരു റെക്ടാങ്കിൾ, അപ്പൊ 5. പിന്നെ ഇവിടെ ഒരു റെക്ടാങ്കിൾ 6, ഇവിടെ ഒരു റെക്ടാങ്കിൾ 7. ഓക്കെ, പിന്നെ നടുവിൽ ഒരു റെക്ടാങ്കിൾ എന്താണ് 8. പിന്നെ റെക്ടാങ്കിൾ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുമോ? ഓക്കെ, ഇങ്ങനെ 3 ചേർന്നത് റെക്ടാങ്കിൾ 9, പിന്നെ 3 ചേർന്ന് വേറൊരു റെക്ടാങ്കിൾ 10. സോ 10. ഇവിടെ എന്തെങ്കിലും സീക്വൻസ് ആണോ? 1 2 3 3 3 6 6 4 10. 2 പിന്നെ 3 കൂടി പിന്നെ 4 കൂടി, അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഒന്നാമത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ആൽജിബ്രൈക് എക്സ്പ്രഷൻ ഇൻ ദ അബൌട്ട് 2 സീക്വൻസസ്. അപ്പൊ നമുക്ക് 2 സീക്വൻസിന്റെയും ആൽജിബ്രൈക് എക്സ്പ്രഷൻ എഴുതാം. ആദ്യത്തെ സീക്വൻസ് എന്ന് പറയുന്നത് 4 പിന്നെ 7 പിന്നെ 10 പിന്നെ 13 ഇങ്ങനെ പോകുന്നതാണ്. അപ്പൊ അതിന്റെ ആൽജിബ്രൈക് എക്സ്പ്രഷൻ, ഇത് അരിത്തമാറ്റിക് സീക്വൻസ് ആയതുകൊണ്ട് എഴുതാൻ എളുപ്പമാണ്. xn is equal to ഫസ്റ്റ് ടേം പ്ലസ്, എല്ലാം നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല ഈ ഫോർമുല വെച്ച്, അരിത്തമാറ്റിക് സീക്വൻസ് മാത്രം. സോ ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ 4 പ്ലസ് -1 ഇൻറ്റു എത്ര വെച്ചാണ് കൂടി പോകണം? 3 വെച്ച് കൂടി പോകുന്നു. സോ 4 പ്ലസ് 3 തൊട്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 3n മൈനസ് 3 ഇൻറ്റു 1 3. സോ 4 മൈനസ് 3, 4 മൈനസ് 3 കൂടി നമ്മൾ ചെയ്യുമ്പോൾ 4 3 പോയ 1. സോ 3n പ്ലസ് 1. ദിസ് ഈസ് ദി ആൻസർ ഫോർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, 3n പ്ലസ് 1 എക്സാൻ 3n പ്ലസ് 1. ഓക്കെ, അപ്പൊ അതിന്റെ ആൽജിബ്രൈക് ഫോം കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സീക്വൻസ് ആണ് കുറച്ചും കൂടി നമുക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നത് അല്ലെ. 1 3 6 10. അതിന്റെ ആൽജിബ്രൈക് ഫോം നമുക്ക് എന്ത് ചെയ്യണം? കണ്ടെത്തണം. രണ്ടാമത്തെ സീക്വൻസ് 1 3 6 10. ഓക്കെ ഓക്കെ, 1 3 6 10. ക്ലിയർ? അപ്പോ ഇവിടെ ഇതിന്റെ ആൽജിബ്രൈക് ഫോം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ 1. ഓക്കെ, 1 ഉണ്ട്. ഇവിടെ നിന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ദിസ് ഈസ് 3 എന്ന് പറയാൻ 2 ഇൻറ്റു 3. ഓക്കെ, ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് 2 ഇൻറ്റു 2 അല്ലേ, സോറി 3 ഇൻറ്റു 3 പ്ലസ് 1. ക്ലിയർ? ഓക്കെ, അപ്പൊ ഇവിടെ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ് ഇവിടെ കാണുന്നത്? ഇവിടെ ആദ്യം കോമൺ ഡിഫറൻസ് നോക്കാം. പ്ലസ് 2, ഇത് 2, 1 പ്ലസ് 2 3, 3 പ്ലസ് വരുന്നത് 3, 6 പ്ലസ് എന്താണ് 4, ഇങ്ങനെയാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ഓരോന്നും കൂടി വരെയാണ്. അതായത് ഇവിടെ ഫസ്റ്റ് ടേം ആണെങ്കിൽ ഇവിടെ 2 വരും, സെക്കൻഡ് ടേം ആണെങ്കിൽ ഇവിടെ 3 വരും, തേർഡ് ടേം ആണെങ്കിൽ ഇവിടെ എന്ത് വരും? 4 വരും. സോ ഇത് നിങ്ങൾ വിട്ടുതരും.
ഒന്നാമത്തെ പദത്തിന് 2 കൂടുന്നു, രണ്ടാമത്തെ പദത്തിന് 3 കൂടുന്നു, മൂന്നാമത്തെ പദത്തിന് 4 കൂടുന്നു. അപ്പൊ nth ടേം ആണെങ്കിൽ എന്ത് കൂടുന്നു? n+1 കൂടുന്നു. സോ നമ്മളിവിടെ n ഇൻറ്റു n പ്ലസ് വൺ, n ഇൻറ്റു n പ്ലസ് വൺ ഡിവൈഡഡ് ബൈ 2. ഇനി ശരിയാണോ നോക്കാം. ഇവിടെ 1 എന്ന് കൊടുക്കുകയാണെങ്കിൽ 1 ഇൻറ്റു 2 ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് 1. ഇവിടെ 2 കൊടുത്താൽ 2 ഇൻറ്റു 3 ഡിവൈഡ് ബൈ 2 ബൈ 3 3. ഇവിടെ 3 കൊടുത്തു കഴിഞ്ഞാൽ 3 ഇൻറ്റു 3 പ്ലസ് 1 ദാറ്റ് ഈസ് 4 4 ബൈ 2 6. ഇവിടെ നിങ്ങൾ 4 എന്ന് കൊടുത്താൽ 4 ഇൻറ്റു 5 4 by 2 വെട്ടി കഴിയുമ്പോൾ 2 into 5 10. So this is the answer into n plus 1 by 2. Okay, clear. These are the sums. ഇതൊക്കെ ആദ്യത്തെ ഒരു പദത്തിന്റെ തുക, രണ്ട് പദത്തിന്റെ തുക, മൂന്ന് പദത്തിന്റെ തുക, അങ്ങനെ തുകയുടെ സീക്വൻസ് ആണ്. ഇത് വിട്ടേ ഈ ഒരു സെക്ഷൻ നിങ്ങൾ നോക്കണ്ട. ഓക്കെ, into n plus 1 by 2 ആണ് ആൻസർ. അപ്പോ അത്രയും ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, find the numbers of sticks and squares in the 10th figure. പത്താമത്തെ ഫിഗർ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇത് ക്ലിയർ ആവാത്ത കുട്ടികളുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി സാർ പറയാം. ചിലവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ അത് പെട്ടെന്ന് ക്ലിക്ക് ആയെന്ന് വരില്ല. അപ്പൊ ഒന്ന് നോക്കാം. 1 3 6 10. ഇതെന്ന് പറയുന്നത് സമ്മിന്റെ ഒരു ഫോർമുലയാണ്. നമ്മൾ ആദ്യത്തെ എണ്ണസംഖ്യയുടെ തുക n ഇൻറ്റു n പ്ലസ് 1 ബൈ 2. ഈ ഫോർമുലയിലാണ് ഇത് കിടക്കുന്നത്. ആദ്യത്തെ ടേം 1 1 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 2 അല്ലെ, 2 ബൈ 2 1 ഉത്തരം കിട്ടും. അപ്പോ അങ്ങനെയാണ് 2 ഇൻറ്റു 2 പ്ലസ് 1 ബൈ 2. സോ 2 ഗെറ്റ് ക്യാൻസൽ 3 ഉണ്ടോ. അടുത്ത് 3 ഇൻറ്റു 3 പ്ലസ് 1 ബൈ 2. ഓക്കെ, അപ്പൊ 3 പ്ലസ് 1 4 ആണ്. 4 2 കിട്ടും. 3 ഇൻറ്റു 2 6. അപ്പൊ അത് നിങ്ങൾ ആ ഈ സംഖ്യകൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വേണം 1 3 6 10 എന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, യെസ്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് പത്താമത്തെ ഫിഗറിൽ എത്ര എഴുതും? അപ്പൊ അതിന് നമ്മൾ ഇതിന്റെ ആൽജിബ്രൈക് എക്സ്പ്രഷൻ ഓർമ്മ. ദിസ് ഈസ് ദ ആൽജിബ്രൈക് എക്സ്പ്രഷൻ. പത്താമത്തെ ഫിഗറിൽ എത്ര എണ്ണം ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ x 10 ആണ് നമുക്ക് കണ്ടുപിടിക്കണം. x 10. അപ്പൊ എത്ര നമ്മൾ സ്റ്റിക്സിന്റെ സീക്വൻസ് ഇതായിരുന്നു, എത്ര സ്റ്റിക്സ് ഉണ്ടെന്നുള്ളത്. അപ്പൊ പത്താമത്തേൽ കണ്ടുപിടിക്കാൻ 3 ഇൻറ്റു n 10 എന്ന് കൊടുക്കുക. 10 പ്ലസ് 1 ദാറ്റ് ഈസ് 31. സോ ദ ആൻസർ ഈസ് 31. വീണ്ടും ആ ചോദ്യം ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കിയേ. ഫൈൻഡ് ദ നമ്പർ ഓഫ് സ്റ്റിക്സ്, അത് കിട്ടി. ആൻഡ് സ്ക്വയേഴ്സ് ഇൻ ദ 10th ഫിഗർ. സ്ക്വയേഴ്സ് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടുത്തെ ജനറൽ ഫോർമുലയായിട്ട് അപ്ലൈ ചെയ്യണം. 10. സോ 10 ഇൻറ്റു എത്ര സ്ക്വയറുകൾ ഉണ്ടാകുന്നു? 10 ഇൻറ്റു 10 പ്ലസ് 1 ബൈ 2. സോ ഇത് വെട്ടി പോയുമ്പോൾ 5 കിട്ടും. ക്ലിയർ? 5 ഇൻറ്റു 11 55. ക്ലിയർ? ഓക്കെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതോടുകൂടി നമ്മുടെ ഡേ 1 ടോപ്പിക് 1 കഴിയുകയാണ്. സോ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ സർക്കിൾസ് പോയിന്റ്സ് ഓൺ ഇറ്റ് സർക്കംഫറൻസ് ആൻഡ് chords as shown in the figure. Mark 2 points on the circle and draw a chord. Mark 1 more point and draw 3 chords. Continue this process by adding 1 more point each time. Write the number of chords in each figure as a sequence. Write the algebraic expression of this sequence. Find the number of chords in the 10th figure. ഒന്ന് മനസ്സിലായില്ല അല്ലേ? Okay. This is the question asked in SSCRT question pool 2017. നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഇവര് ചോദിച്ചിരിക്കുന്നത് നോക്കാം. കൺസിഡർ സർക്കിൾസ്. സർക്കിൾസ് നമ്മൾ കൺസിഡർ ചെയ്യാം. ഇവിടെ പോയിന്റ്സ് ഓൺ ഇറ്റ് സർക്കംഫറൻസ് ആൻഡ് ദി chords as shown in the figure. ഇതിന്റെ സർക്കംഫറൻസും കോഡ്സും ആണ് ഇവിടെ തന്നിരിക്കുന്നത്. മാർക്ക് 2 points on the circle and draw a chord. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ട് സ്ഥലത്ത് എന്താണ് ഒരു പോയിന്റ് രണ്ട് സ്ഥലത്ത് വരച്ചിട്ട് നിങ്ങൾക്ക് കോഡുകൾ വരയ്ക്കുക. മാർക്ക് 1 more point and draw 3 chords. അങ്ങനെ വീണ്ടും ഒരു പോയിന്റ് കൂടി നിങ്ങൾ കണ്ടെത്തിയിട്ട് 3 കോഡ് വരയ്ക്കുക. ഓക്കെ,
കണ്ടിന്യൂ ദിസ് പ്രോസസ് ബൈ ആഡിങ് വൺ മോർ പോയിന്റ് ഈച്ച് ടൈം. ഓരോ തവണയും നമ്മളിങ്ങനെ ഓരോന്നും ഓരോ പോയിന്റും അറ്റാച്ച് ചെയ്യാം. നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ വരച്ച് കാണിച്ചത് അപ്പോൾ മനസ്സിലാവും. ഞാൻ ഒരു പോയിന്റ് ഇട്ടു ഇവിടെ കണ്ടോ, ഇത് ഫസ്റ്റ് ഫിഗർ, സെക്കൻഡ് ഫിഗർ. സെക്കൻഡ് ഫിഗറിൽ ഞാൻ ഇതുപോലെ ഒരു പോയിന്റ് ഇട്ടു, എന്നിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്തു. തേർഡ് ഫിഗർ എങ്ങനെ ഇരിക്കുന്നു അറിയാമോ? സെക്കൻഡ് ഫിഗറിൽ കണ്ടോ 3 കോഡ്, 3 ഞാൻ വന്നു. തേർഡ് ഫിഗറിൽ ഞാൻ ഒരു പോയിന്റും കൂടി മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഇങ്ങനെ എനിക്ക് വെച്ച് ചെയ്യാം. അങ്ങനെ ഇഷ്ടം പോലെ വരയ്ക്കാം. ഇങ്ങനെ നമ്മൾ വരച്ചു പോവുകയാണ് കണ്ടോ. അപ്പൊ ഇതും കൂടി ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി ഫോർത്തിലാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യും. നാലാമത്തെ ഫിഗർ, ഇത് നാലാമത്തെ ഫിഗർ ആണ് വിചാരിച്ചു ഇപ്പൊ വരച്ചത്. അപ്പൊ എന്തെല്ലാം കോഡ് വരയ്ക്കാൻ പറ്റും? ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കാൻ പറ്റും, പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കാൻ പറ്റും, പിന്നെ ഇങ്ങനെ വരയ്ക്കാൻ പറ്റും, പിന്നെ ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ശരിയോ? അപ്പൊ കുറെ കോഡുകൾ വരയ്ക്കാൻ പറ്റിയില്ലേ? യെസ്. അപ്പൊ നമുക്ക് ഓരോ നോക്കാം. ഇവിടെ ഫസ്റ്റ് ഫിഗർ നമ്മൾ എടുക്കുമ്പോൾ അവിടുത്തെ നമ്പർ ഓഫ് കോഡ് എത്രയാണ്? 1. ഒരു കോഡുള്ളൂ. ഇനി സെക്കൻഡ് ഫിഗറിൽ വന്നപ്പോഴോ നമ്മളൊരു പോയിന്റ് ഇട്ടിട്ട് ഈ കോഡ് ഇങ്ങനെ ജോയിൻ ചെയ്തു. അപ്പൊ എത്ര കോഡ് ഉണ്ട് നോക്കിയേ? സെക്കൻഡ് ഫിഗറിൽ 1, 2, 3, 3 കോഡ്. 3 കോഡ്. ക്ലിയർ? ഇനി മൂന്നാമത്തെ ഫിഗർ സാർ കാണിച്ചു തരാം. ഓൾറെഡി ഇത് നമ്മുടെ കയ്യിലുണ്ട്. സെക്കൻഡ് ഫിഗറിൽ അതിനകത്തേക്ക് നമ്മൾ ഒരു പോയിന്റ് കൂടി മാർക്ക് ചെയ്യണം. അപ്പൊ എത്ര കോഡ് വരയ്ക്കാൻ പറ്റും? ഇവിടെ നിന്ന് ഇങ്ങനെ ജോയിൻ ചെയ്യാം, ഇവിടെ നിന്ന് ഇങ്ങനെ ജോയിൻ ചെയ്യാം, ഇവിടെ നിന്ന് ഇങ്ങനെയും ജോയിൻ ചെയ്യാം. അപ്പൊ എത്ര കോഡ് വരച്ചെന്ന് പറയാൻ പറ്റുമോ? 1, 2, 3, 4, 5, 6 കോഡ് നമ്മൾ വരച്ചു. ക്ലിയർ? ഓക്കെ. അപ്പൊ ഈ ഒരു സീക്വൻസ് ഒന്ന് നോക്കിയാൽ 1, 3, 6, 1, 3, 6 ഇതാണ് നമ്മുടെ സീക്വൻസ്. അടുത്ത ആളെന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ ആണ് കണ്ടോ, 10. അതായത് സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സിന്റെ ഇതാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ദ നമ്പർ ഓഫ് കോഡ്സ് ഇൻ ഈച്ച് ഫിഗർ ആസ് എ സീക്വൻസ്. സീക്വൻസ് എഴുതാൻ പറഞ്ഞു. ദിസ് ഈസ് ദ സീക്വൻസ്. റൈറ്റ് ദ ആൽജിബ്രൈക് എക്സ്പ്രഷൻ. അത് നമ്മൾ നേരത്തെ കണ്ടതാ. n × n+1/2. കണ്ടോ, അത് പഠിച്ചു വെക്കണം കേട്ടോ. ഈ സീക്വൻസ് ഒന്ന് പഠിച്ചു വെച്ചു. ഫൈൻഡ് ദ നമ്പർ ഓഫ് കോഡ്സ് ഇൻ ദ 10th ഫിഗർ. അങ്ങനെയാണെങ്കിൽ 10ാമത്തെ ഫിഗറിലെ നമ്പർ ഓഫ് കോഡ്സ് കണ്ടുപിടിക്കാൻ ഇവിടെ 10 കൊടുത്താൽ മതി. സെയിം ആൻസർ തന്നെ നമുക്ക് കിട്ടി. 10 × 10+1/2. ദാറ്റ് ഈസ് നേരത്തെ നമുക്ക് കിട്ടിയതാണ്. 10നെ 2 കൊണ്ട് വെട്ടി 5. സോ 10+1 എന്ന് പറഞ്ഞാൽ 11. 11 × 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 55. കിട്ടിയോ? സോ ദ ഫൈനൽ ആൻസർ ഈസ് 55. ക്ലിയർ? ഓക്കെ. നമ്മളിപ്പോ ഈ തന്ന ക്ലാസ്സുകളൊക്കെ ഫ്രീ ആണ്. ആക്ച്വലി ഇതൊന്നും ഫ്രീ അല്ല. നമ്മുടെ ക്രാഷ് കോഴ്സിന് ചേർന്നവർക്ക് മാത്രമേ കാണാൻ സാധിക്കൂ. സോ if you want to continue for next day, visit day 2 for topic 2, addition, subtraction, position and terms in arithmetic sequence. ഇതേപോലെ തന്നെ 2 മാർക്കിന്റെയും 3 മാർക്കിന്റെയും 4 മാർക്കിന്റെയും ക്വസ്റ്റ്യൻസും പിന്നെ ഒരുക്കം, അതുപോലെ തന്നെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വരെ ഉൾപ്പെടെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 3 ടോപ്പിക്കാണ് നമുക്ക് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ ഉള്ളത്. അതിനകത്ത് ഫസ്റ്റ് ടോപ്പിക്ക് നമ്മൾ ഇന്ന് ഫിനിഷ് ചെയ്തു. ഡേ 1 കഴിഞ്ഞു. ഈ നാളെ നമ്മൾ സെക്കൻഡ് ടോപ്പിക് ഇതേപോലെ തന്നെ ഒത്തിരി 2, 3, 5 വീഡിയോ ആയിട്ട് വരും. അങ്ങനെ 24 ദിവസം കൊണ്ട് നമ്മൾ ഫുൾ ചാപ്റ്റേഴ്സ് കവർ ചെയ്യും. ഇനിയും ചേരാൻ താല്പര്യമുള്ളവർക്ക് ചേരാം. ഓൾറെഡി നമ്മൾ അഡ്മിഷൻ ആയി. നെക്സ്റ്റ് ബാച്ച് നമ്മൾ അടുത്ത ദിവസം തന്നെ തുടങ്ങും. ആ ബാച്ചിലേക്ക് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോയുടെ താഴെ ലിങ്ക് ഉണ്ട്, അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം. ഓക്കെ, ദിസ് ഇസ് സണ്ണി തോമസ് സിറ്റി സൈനിങ് ഓഫ്. താങ്ക് യു.